ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമചന്ദ്ര പ്രഭു പഹിമാം പഹിമാം. ശ്രീ ആഞ്ജനേയ സ്വാമി പഹിമാം പഹിമാം. ജടായു സംഗമം. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുത്താനം ചെയ്തെത്തിനാൻ ജടായുവും. രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മരീചാസുരമെയ്തു കൊന്നു. വേഗേന നടകൊണ്ടാനാശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി. 4-5 ശരപ്പാട് നടന്നോരനന്തരം ബാലകൻ വരവേഷദൂരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നത് കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പി നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണനേതുമറിഞ്ഞില്ലല്ലോ പരമാർത്ഥം ഇക്കാലം ഇവനെയും വഞ്ചിക്കുന്നതേ വരൂ. രക്ഷോ നായകൻ കൊണ്ടതു പോയതോ മായാ സീതാലക്ഷ്മി ദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാം. ദുഃഖിച്ചു കൊള്ളൂ ഞാനും പ്രാകൃതൻ എന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു പോയി ചെല്ലാമല്ലോ. രക്ഷോ നായകനുടെ രാജ്യത്തിൽ എന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടു പോകാം അയോധ്യയ്ക്ക് വൈകാതെ. പിന്നെ അക്ഷയധർമ്മമോട് രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചെങ്കിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോത്ഭവനിത്തം പ്രാർത്ഥിക്ക നിമിത്തമായ അർക്കവംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും മായാ മനുഷ്യനാകും എന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കുകയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും മർത്യന പ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതം. ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പൂ ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്നകതാരിൽ നിർണയിച്ച അവരജനോടരുൾ ചെയ്തിടിനാൻ. പർണശാലയിൽ സീതയ്ക്ക് ആരൊരു തുണയുള്ളൂ. എന്തിനിങ്ങോട്ട് പോന്നു ജാനകി തന്നെ ബലാൽ? എന്തിനു വെടിഞ്ഞു നീ രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ? കണ്ടകജാതികൾക്ക് എന്തൊന്നരുതാർത്ഥതോർത്താൽ. അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടനുടൻ തൊഴുതു വിവശനായി. ഗൽഗതാക്ഷരം മുര ചെയ്തതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി തൂകി. ആഹാ ലക്ഷ്മണ പരിദ്രാഹി സൗമിത്രേ ശീഘ്രം. ഹാഹാ രാക്ഷസൻ എന്നെ നിഗ്രഹിച്ചിടമിപ്പോൾ. ഇത്തരം നക്തഞ്ചരന്തൻ വിലാപങ്ങൾ കേട്ട് മുക്തഗാത്രിയും തപനാദം എന്നുറക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ട് വിലാപിച്ചു സത്വരം ചെന്നു രക്ഷിക്കുന്നോടരുൾ ചെയ്താൻ. ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാ ചിത്തമോഹവും വേണ്ട. സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടെ മായാഭാഷിതം ഇത് നൂനം കൽക്ഷണം പൊറുക്കെന്നു ഞാൻ പല ചൊന്നേൻ എന്നതോ കേട്ടു ദേവി. പിന്നെയും ഉര ചെയ്താൾ എന്നോട് പലതരം ഇന്നവയിൽ എല്ലാം ഇപ്പോൾ നിന്തിരു മുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ സന്താപത്തോട് ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരുമലരടി വന്നിപ്പാൻ വിടകൊണ്ടേൻ. എങ്കിലും പിഴച്ചിത് പോന്നതു സൗമിത്രേ നീ ശങ്കയുണ്ടയിടാമോ? ദുർവചനങ്ങൾ കേട്ടാൽ യോഷന്മാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭോഷൻ എത്രയുമെന്നു നീ അറിയുന്നതില്ലേ? രക്ഷസാംബരിഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല. ഇങ്ങനെ നിലച്ചുടർഭാഗത്തുകൾ ചെന്നിങ്ങുമേ നോക്കിക്കാണാൻ ഞാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ട് എത്രയും വിലാപിച്ചാൻ നിഷ്കളനാത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ. ഹാഹാ വല്ലഭേ സീതേ, ഹാഹാ മൈഥിലീനാഥേ, ഹാഹാ ജാനകി ദേവി, ഹാഹാ മൽപ്രാണേശ്വരി. എന്നെ മോഹിപ്പിപ്പിതിനായി മറഞ്ഞിരിക്കയോ തന്നെ നീ വെളിച്ചത്ത് വന്നിടും അടിയാതെ. ഇത്തരം പിറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ട് അന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി. വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായി ജനകപുത്രി തന്നെ.
പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു. ഇത്തം ഓരോന്നേ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ട് സത്വരം നീളത്തിരഞ്ഞെങ്ങുമേ കണ്ടില്ലല്ലോ. സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണൻ ഏകൻ അജലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ. മായ മനുഷ്യഭാവേന ദുഃഖിച്ചിടുവാൻ കാര്യമാനുഷ്യൻ മുടാത്മാക്കളെ ഒപ്പിപ്പാനായി തത്വജ്ഞന്മാർക്ക് സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല ജ്ഞാനമില്ലാകയാൽ. ജടായുഗതി ശ്രീരാമദേവനെ വന്തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണ ആകുലമടവിയിൽ ശസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്നത് എത്രയും അടുത്തു കാണായിതു മധ്യേ മാർഗം. അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ, ഭിന്നമായൊരു രഥം കാൺകെടോ കുമാര നീ. തന്നുങ്കി തന്നെ ഒരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസനവനോട് പോർ ചെയ്തിടിനാൻ. അന്നേരം അഴിഞ്ഞതേർക്കോ പിതാ കിടക്കുന്നു എന്നു വന്നിടാം അവർ കൊന്നാരോ ഭക്ഷിച്ചാരോ. ശ്രീരാമദേവനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതുദാനൻ നീ കിടക്കുന്നതത്ര നീ കണ്ടീലയോ. കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നിടുന്നത് കേട്ട നേരം വിത്രസ്തഹൃദനായി പക്ഷിരാജനൻ ചൊന്നാൻ, വദ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ. മിത്രമെത്രയും തവ താതന വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പോ ഒരു പക്ഷിയാം ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ ഭക്തി തന്നെ കട്ടുകൊണ്ട് ആകാശയെ പോകുന്ന നേരം അറിഞ്ഞു ഞാൻ. പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്ത് മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും അപ്പോൾ പുഷ്ടവേദനയോട് ഭൂമിയിൽ വീണേനല്ലോ. നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മര്യായിക നിന്തിരാദേവിയോട് വരവും മങ്ങിക്കൊണ്ടേൻ. തൃക്കൺ പാർക്കേണം എന്നെ കൃപയാ കൃപാനിധേ. തൃക്കഴലിണ നിത്യമുൾക്കാമ്പിൽ വസിക്കണം. ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്തകാരുണ്യം പൂണ്ട് ചെന്നടുത്തരുന്നുതൻ. തൃക്കൈകൾ കൊണ്ട് തലോടിനാൻ അവനുടൽ ദുഃഖാശ്രുപ്ലുത നയനത്തോടും രാമചന്ദ്രൻ. ചൊല്ല ഹോമമ വല്ലഭാവൃത്താന്തം നീയെല്ലാം എന്നത് കേട്ട് ചൊല്ലിനാൻ ജടായുവും. രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ രക്ഷിണദശ കൊണ്ടു പോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി. മരണപീഡയാലേ നല്ലത് ഒരുവതിനായി അനുഗ്രഹിക്കണം. നിന്തിരുവടി തന്നെ കണ്ടിരിക്കവേ ബന്ധമറ്റിടും വണ്ണം മരിപ്പാൻ അവകാശം വന്നതു. ഭവൽ കൃപാപാത്രമാകയാലകം പുരുഷോത്തമാ ദയാനിധേ. നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരമാനന്ദാത്മാ പരമാത്മാ മായാ മനുഷ്യരൂപി സന്തതം അന്തർഭാഗേ വസിച്ചിടുക വേണം. നിന്തിരുമേനി ഘനശ്യാമളമഭിരാമം. അന്ത്യകാലത്തിങ്കൽ ഈ വണ്ണം കാണായ മൂലം തവ മറ്റു മുക്തനായേ ഞാൻ ഇന്നു നൂനം. ബന്ധുഭാവേന ദാസനായോരടിയനെ ബന്ധുക സുമാസമത്രക്കരതലം തന്നാൽ ബന്ധുവത്സല മന്ദം തൊട്ടരുളേണമെന്നാൽ തിരുവടം അലരടിയോട് ചേർന്നിടാമല്ലോ. ദിരാപതിയതു കെട്ടുടൻ തലോടിടിനാൻ മന്ദബന്ധം പൊന്നാത്മാനന്ദം വന്നിടം വണ്ണം. അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവം മഞ്ഞിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ. കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യപരവശാലർണോജനേത്രൻ പിതൃപിത്രമാം പക്ഷീന്ദ്രന്റെ ഉത്തമാംഗത്തെ എടുത്തുത്സംഗസീമനി ചേർത്തിട്ടുത്തര കാര്യാർത്ഥമായി സോദരനോട് ചൊന്നാൻ, കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിതീർത്തു കൂട്ടണം അഗ്നി സംസ്കാരത്തിന് വൈകിടാതെ. ലക്ഷ്മണൻ അത് കേട്ട് ചിതയും തീർത്തിയിടിനാൻ. തൽക്ഷണം കുളിച്ച് സംസ്കാരവും ചെയ്തു. പിന്നെ സ്നാനവും കഴിച്ചു ഉദകക്രിയാദിയും ചെയ്തു. കാനനെ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിൽ മേൽ വച്ചു ജലാദികളും നൽകിയിടിനാൻ. നല്ലൊരു ഗതി അവനുണ്ടാവാൻ പിത്രർത്ഥമായി. പക്ഷികൾ ഇവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീധരനിതു കൊണ്ട് തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരം അരുൾ ചെയ്തു. അന്നേരം വിമാനമാരുഹ്യ ബാസുരം ഭാനുസന്നിപം ദിവ്യരൂപം പൂണ്ടൂര് ജടായുവും ശങ്കാരികഥാപത്മം മകുട പീതാംബരാദ്യങ്കിത രൂപം പൂണ്ട വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു. മണികളാൽ തേജസാം സകല ദിഗ്വ്യാപ്തനായി കാണായി വന്നു. സന്നദ്ധഗാത്രത്തോടും ഉയരെ കുപ്പി തൊഴുതുന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. ജടായുസ്തുതി. അഗണ്യഗുണമാദ്യമവ്യയമപ്രമേയം അഖില ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരാപരാനന്ദം പരാത്മ
അനം ഭരതമഹം പ്രണതോസ്മി സന്തതം രാമം മഹിതകടാക്ഷവീക്ഷപിതാമരശുജം രഹിതാവതീ സുഖമിന്ദിരാ മനോഹരം ശ്യാമളം ജടാമകുടോജ്വലം ചാപശരകോമളകരാംബുജം പ്രണതോസ്മ്യഹം രാമം ഭുവനകമനീയരൂപമീഡിതം ശതരിവിഭാസുരമഭീഷ്ടപ്രദം ശരണദം സുരപാദപമൂലരചിത നിലയനം സുരസഞ്ജയ സേവ്യം പ്രണതോസ്മ്യഹം രാമം ഭവക്കാനനാഥബദ്ധഹന നാമധേയം ഭവപങ്കജാമുഖാം ഭവ പങ്കജാഭവമഗദൈവതം ദേവം ധനുജാപതി കോടിസഹസ്രവിനാശനം മനുജാകാരം ഹരിം പ്രണതോസ്മ്യഹം രാമം ഭവഭാവനാദൂരം ഭഗവൽ സ്വരൂപിണം ഭവാഭീവീരഹിതം മുനിസേവിതം വരം ഭവസാഗരതരണാംഘ്രിബോധകം നിത്യം ഭവനാശായ നിശം പ്രണതോസ്മ്യഹം രാമം ഗിരിശാഗിരിസുധാഹൃദയാംബുജാവാസം ഗിരിനായകധരം ഗിരിക്ഷാരിസേവ്യം സുരസഞ്ജയാധനുജേന്ദ്രസേവിതപാദം സുരഭാമണിദിവം പ്രണതോസ്മ്യഹം രാമം പരധാരാർത്ഥ പരിവർജിതമനീഷിണാം പരപൗരുഷ ഗുണഭൂതി സന്തുഷ്ടാത്മനാം പരലോകൈകാഹിതനൃതാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം സ്മിതസുന്ദര വികസിതവക്ത്രാംബോരുഹം സ്മൃതിഗോചരാമസിതാംബുധകളേഭരം സിതപങ്കജാരുനയനം രഘുവരം ക്ഷിതിനന്ദിനീവരം പ്രണതോസ്മ്യഹം രാമം സിതപങ്കജാരുനയനം രഘുവരം ക്ഷിതിനന്ദിനീവരം പ്രണതോസ്മ്യഹം രാമം ജലപാത്രോഗസ്ഥിതാരവിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മാനമദ്വയം അവ്യയമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം വിധിമാധവശ്യംഭുരൂപഭേദേന ഗുണത്രതൈ വിരാജിതം കേവലം വിരാജന്തം ത്രിദിശാമനീജനസ്തുതം അവ്യക്തമജം ക്ഷിതിജാമനോഹരം പ്രണതോസ്മ്യഹം രാമം മന്മദശതകോടിസുന്ദരകളേഭരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരമപ്യനാധാരം നിർമ്മമം ആത്മാരാമം പ്രണതോസ്മ്യഹം രാമം സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി അസ്തുതേ ഭദ്രം ഗച്ഛ പദമേ വിഷ്ണു പരമിസ്തോത്രം എഴുതിയും പഠിച്ചും കേട്ടും കൊണ്ടാൽ ഭക്തനായുള്ളവന് വന്നിടും മത്സാരൂപ്യം പക്ഷീന്ദ്ര നിന്നെപ്പോലെ മൽപരായണനായാൽ. ഇങ്ങനെ രാമവാക്യം കേട്ടു ഒരു പക്ഷിശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചു പോയി ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചുതേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ കവിന്തഗതി. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശ സീതയെ കാണാകയാൽ സന്നധൈര്യേണ വനമാർഗേ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി തൽക്ഷണമേ വൻ രാമചന്ദ്രനും അരുൾ ചെയ്താൻ. വക്ഷസീ വദനവും യോജന ബാഹുക്കളും ചക്ഷുരാദികളും എന്തെങ്കിലും സത്വമിതം ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം പക്ഷിക്കും ഇപ്പോൾ അവൻ നമ്മയെന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലെത്രയും ചിത്രം ചിത്രം വക്ഷസി വക്രം കാലും തലയും ഇല്ലതാനും രക്ഷസ പിടിച്ചുടൻ പക്ഷിക്ക് മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ തൽഭുജമധ്യസ്ഥന്മാരായത് കുമാര നാം കൽപ്പിതം ദാതാവിനാൽ എന്തെന്നാൽ അത് വരും. രാഘവനേവം പറഞ്ഞിടിനോരനന്തരമാകുലമകന്നോര് ലക്ഷ്മണനുര ചെയ്താൻ പോരും വ്യാകുലഭാവം എന്തിനു വിചാരിപ്പാൻ ഓരോരോ കരം ഛേദിക്കണം നാം ഇരുവരും. തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണഭുജൻ രാമൻ ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാനതു നേരം രക്ഷോവീരനും അതിവിസ്മയം പൂണ്ട് രാമലക്ഷ്മണന്മാരെ കണ്ട് ചോദിച്ചാൻ ഭയത്തോടെ മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഈ ഭുവനത്തിങ്കൽ ആരുമുണ്ടായതിൻ കീഴിൽ അത്ഭുതാകാരന്മാരാം നിങ്ങളാരിരുവരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേ ഞാനും. ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടു ഒരു പുരുഷോത്തമൻ ചിരിച്ചുടൻ ഉത്തരം അരുൾ ചെയ്തോ. കേട്ടാലും ദശരഥനാം അയോധ്യാധിപതിഷ്ണനന്ദൻ രാമൻ എന്നല്ലോ നാമം. സോദരൻ ഇവൻ മമാലക്ഷ്മണൻ എന്നു നാമം. സീതയെന്നുണ്ടോ മമ്പാരിയായൊരു നാരി പോയതു ഞങ്ങൾ നയാട്ടിൻ അതു നേരം അതിമായ
ഭാവി നിശാചരൻ കെട്ടുകൊണ്ടങ്ങ് പോയാൻ. കാനനം ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോക്കണായി നിന്നെ അതിഭീഷണ വേഷത്തോടും പാണികൾ കൊണ്ടു തവ വേഷ്ടിതന്മാരാകയാൽ പണരക്ഷാർത്ഥം ഛേദിച്ചിടിനേൻ കരങ്ങളും. ആരിടോ വികൃത രൂപം ധരിച്ചു ഒരു ഭവാൻ നേരോട് പിറകെന്നു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മനാ പറഞ്ഞിടിനാൻ കബന്ധനും നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം നിന്തിരുവടി തന്നെ മുന്നിലമ്മാറു കാണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിപ്പോരു ഗന്ധർവനഹം രൂപ യൗവനതർപ്പിതനായി സഞ്ചരിച്ചിടും കാലം. സുന്ദരീ ജനമനോ ധൈര്യവും ഹരിച്ചതി സുന്ദരനായൊരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചു ദുഷ്ടനായി മഹാമനി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ളോരു നീ രാക്ഷസനായി പോകെന്നാൻ ദുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ. സാക്ഷാൽ ശ്രീനാരായണൻ തൻ തിരുവടി തന്നെ മോക്ഷതൻ ദശരഥപുത്രനായി ത്രേതായുഗേ വന്ന് അവതരിച്ചു നിൻ ബാഹുക്കളറുക്കുമ്പോൾ വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കിടും. താപസ ശാപം കൊണ്ട് രാക്ഷസനായോരു ഞാൻ താപേന നടന്നിടും കാലം അങ്ങൊരു ദിനം ശതമന്യുവിനെ പഞ്ഞെടുത്തേൻ അതിരുഷാ ശതകോടിയാൽ തലയറുത്തു ശതമകൻ. വജ്രമേറ്റിട്ട് മമ വന്നീല മരണമത്യസംഭവൻ മമ തന്നൂരുവനത്തിനാൽ വധ്യനല്ലായിക മൂലം വൃത്തിക്ക് മഹേന്ദ്രനും ഉത്തമാംഗത്തെ മമ കുഷിയിലാക്കിയിടിനാൻ. വക്രപാദങ്ങൾ മമ കുഷിയിലായ ശേഷം ഹസ്തയുഗ്മവും ഒരു യോജനായുധങ്ങളായി വർത്തിച്ചിടുന്നേനത്ര വൃത്തിക്കു ശക്രാഗ്നയാ സതസഞ്ചയം മമ ഹസ്തമധ്യസ്ഥമായാൽ വക്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേൻ ഇത്ര നാളും ഉത്തമോത്തമ രഘുനായക ദയാനിധേ. അഗ്നിയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗമൊക്കെ ചൊല്ലിയിടുവൻ. മേദിനി കുഴിച്ചതിൽ ഇന്ധനങ്ങളും വീതിഹോത്രനെ ജ്വലിപ്പിച്ചത് സൗമിത്രിയും തത്രൈവ കബന്ധദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്നും ഉത്തിതനായി കാണായി. ദിവ്യവിഗ്രഹത്തോടും മന്മത സമാനനായി സർവഭൂഷണം പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്ത ഭക്തിയാ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണ്ടുടൻ നമസ്കാരം മൂന്നൊരു ചെയ്തു കൂപ്പിത്തൊഴുതു നിന്നു. പിന്നെ മന്നിനാം ഗന്ധർവനും ആനന്ദവിവശനായിക്കൊൾമയർക്കൊണ്ട് ഗൽഗദാക്ഷരവാണികളാം കോമളപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. നിന്തിരോവടിയുടെ തമിതൊരു വർക്കം ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരോവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതം. അന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം അന്തവും ആദിയും ഇല്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം. അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കണം. ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയും അരുളേണം. അവ്യക്തം അതിസൂക്ഷ്മമായോരു ഉപദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയ വിലക്ഷണം. തദ്രോഗമേകം അന്യൽ സകല ദൃശം ജഡം ദുഗ്രാഹ്യം അനാത്മകമാകയാൽ അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസവ്യതിരിക്തം മങ്ങിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം. ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ ബുദ്ധ്യാദി സാക്ഷിബോധം ബ്രഹ്മമെന്നതു നൂനം. നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷ അഖ്യേ ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടുള്ള തേജസം സൂക്ഷ്മദേഹം ഹൈരണ്യം അത് വിരാട് പുരുഷൻ അതിസ്ഥൂലം. ഭാവനാ വിഷയമായൊന്നത് യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം. ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഈ നുനാമഹത്വത്താജ്ഞാവൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ഡകോശേ വിരാട് പുരുഷേ കണാകുന്നു സന്മയമെന്ന പോലെ ലോകങ്ങൾ 14. തുങ്കരാം വിരാട് പുമാനാകിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ 14 ലോകവന്നുവനം. പാതാളം പാദമൂലം ഭാഷ്ണികൾ മഹാതലം നാദതേ കുൽവന്റെ സാതലവും തലാതലം ചാരുജാനുക്കളല്ലോ സുതലൻ രഘുപതേ ഒരു കാണ്ഡങ്ങൾ തവ വിതലം അതലവും ജഗനം മഹീതലം നാഭിതേ നഭസ്ഥലൻ രഘുനാഥൂരസ്ഥലമായ ദൂസ്വരലോകം. കണ്ടദേശം തേ മഹർലോകമെന്നറിയണം തുണ്ടമായത് ജനലോകമെന്നതു നൂനം. ശങ്കദേശം തേ തപോലോകമെങ് അതിർമീതേ പങ്കജയോനിവാസമാകിയ സത്യലോകം. ഉത്തമാംഗം തേ പുരുഷോത്തമ ജഗൽ പ്രഭോ സത്താമാത്രകാമേകജാലങ്ങൾ കേശങ്ങളും ചക്രാദി ലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ ദേവികൾ കർണങ്ങളും അശ്വികൾ നാസികയും ഭക്തമായതു അഗ്നിനേത്രം ആദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധി വാക്പതിയല്ലോ ഉപകാരണം അഹങ്കാരമായതു രുദ്രൻ. വാക്കെല്ലാം ഛന്ദസ്സുകൾ ദൃഷ്ടകൾ യമനല്ലോ നക്ഷത്രഭക്തിയെല്ലാം തിജഭക്തികളല്ലോ ഹസമായതു മോഹകാരിണി മഹാമായ വാസന ദൃഷ്ടിസ്തഭാംഗപോക്ഷണമല്ലോ. ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ
സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ, സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ. നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥ്വീതരങ്ങൾ പോലെ അസ്ഥികളാകുന്നതും വൃക്ഷദൌഷധങ്ങൾ ദേരോമങ്ങളാകുന്നതും തൃഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തപരേതസെന്നറിയണം പുഷ്ടമാം മഹിമതേ കേവലജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവകാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം മുക്തി. നിന്തിരുവടി ഒഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതമീ ത്രിരൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ. ഇക്കാലം ഇതിൽ കാലം മുഖ്യമായിരിപ്പോന്നിതിക്കാണാകി രൂപം എപ്പോഴും തോന്നിടേണം. താപസവേഷം ധരാവല്ലവം ശാന്താകാരം ചപേഷകരം ജടാവൽക്കലവിഭൂഷണം കാനനേ വിജിന്നന്തം ജാനകീം സലക്ഷ്മണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം മാനസേ വസിപ്പതിന്നാലയം ചിന്തിക്കുന്നേൻ ഭാനുവത്സോത്ബോധനാം ഭഗവൻ നമോ നമ. സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ ശർവൻ അവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയെയും ധ്യാനിച്ചുകൊണ്ട് കാശ്യാം സന്തതം ഇരുന്നരുളിയിടുന്നു മുക്ത്യർത്ഥമായി. തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്കോ തത്വബോധാർത്ഥം നിത്യം താരകബ്രഹ്മവാക്യം രാമരാമേതി കരിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം. പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞോ വഴി പോലെ മൂഢന്മാർ ഭവതത്വം എങ്ങനെ അറിയുന്നു മൂടിപ്പോകയാൽ മഹാമായ മോഹാന്ധകാരേ. രാമഭദ്രായ പരമാത്മനേ നമോ നമ. രാമചന്ദ്രായ ജഗൽസാക്ഷിണേ നമോ നമ. പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ പാഹി സൗമിത്രി സേവ്യ പാഹി മാം ദയാനിധേ. നിൻ മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടായി കമ്പുജ വിലോചന സന്തതം നമസ്കാരം. ഇത്തമർത്തിച്ചു ഭക്തിയാ സ്തുതിച്ചു ഗന്ധർവനോട് ഉത്തമ പുരുഷനാം ദേവനും അരുൾ ചെയ്തു. സന്തുഷ്ടനായേൻ തവ സ്തുത്യ നിശ്ചല ഭക്ത്യാ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീ മൽപ്രസാദത്താലിടോ. അത്രയുമുള്ള പുനരൊന്ന് അനുഗ്രഹിപ്പം ഞാൻ സ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും ഭക്തനാം നിനക്ക് അധപ്പതനമിനി വരാം. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ട് ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിയിടിനാൻ. മുമ്പിലും മാറുകാണാം മതങ്കാശ്രമം തത്ര സമ്പതി വസിക്കുന്നു ശബരീ തപസ്സിനി. ത്വൽപാദാംബുജഭക്തി കൊണ്ടേറ്റം പവിത്രയായ എപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തയായി. അവളെ ചെന്ന് കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവൾ വനീസുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ ശബര്യാശ്രമപ്രവേശം. ഗന്ധർവനെ വഞ്ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദമന്ദം പോയി ചെന്നു ചാരതി ചേർന്ന ശബര്യാശ്രമമകുംബുക്കാർ സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസി ഭക്തിയാ സംവദിച്ചിത് പാദാംബൂരുഹയുഗത്തിങ്കൽ. സന്തോഷപൂർണാശ്രുനേത്രങ്ങളോട് അവളും ആനന്ദം ഉൾക്കൊണ്ട് പാദാർഘ്യാസനാദികളാലെ പൂജിച്ചു തൽപാദതീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിന് ഫലമൂലങ്ങൾ നൽകിയിടിനാൾ. പൂജയും പരിഗ്രഹിച്ച് ആനന്ദിച്ചിരുന്നിത് രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും. അന്നേരം ഭക്തി പൂണ്ട് തൊഴുതു ചൊന്നാളവൾ ധന്യനായി വന്നേനകം ഇന്നു പുണ്യാതിരേക്കാൽ. എന്നോട് ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ട് വാണാർ. അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും. എന്നോട് ചൊന്നാരവരേതുമേ ഖേദിയാതെ തന്നെ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം. പന്നകശായീപരൻ പുരുഷൻ പരമാത്മാവെന്നവതരിച്ചത് രാക്ഷസവതാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചോൾവാൻ ഇപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നിടും ഇവിടേക്കു രാഘവൻ എന്നാൽ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കും എന്ന് നൂനം വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ. ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽ ഗുരുമൂതന്മാരാം തപസന്മാർക്ക് പോലും യോഗമെന്നിലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢജ്ഞാനതിനൊട്ടും അധികാരിണിയല്ലയല്ലോ. വാക്മനോവിഷയമല്ലാതൊരു ഭവദ്രൂപം കാണുവാനും അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കടലിന കൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും ഇങ്ങുൾ കമലത്തിങ്കിൽ അറിയപ്പോകാതയാനിതേ. രാഘവനത് കേട്ടു ശബരിയോട് ചൊന്നാനാകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനീ. പുരുഷ സ്ത്രീ ജാതീനാമാശ്രമാദികളല്ല കാരണം മമ വചനത്തിനു ജഗത്രയേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും.
തീർത്ഥസ്നാനാദിതബോധാന വേദാധ്യയന ക്ഷേത്രോപവാസയാഹാദ്യഖില കർമ്മങ്ങളാൽ ഒന്നിലാൽ ഒരുത്തനും കണ്ടു കിട്ടുകയില്ല എന്നൽ ഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളം ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവനുത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി മുഖ്യ സാധനമല്ലോ സജ്ജന സംഗമം പിന്നെ മൽ കഥാലാപൻ രണ്ടാം സാധനം മൂന്നാമതം മൽ ഗുണേരണം പിന്നെ മദ്വജോവാക്യാതൃത്വം മൽക്കലാജാതാചാര്യോപാസനം അഞ്ചാമതം പുണ്യശീലത്വം യവനിയമാദികളോട് പിന്നെ മുട്ടാതെ പൂജിക്കെന്നുള്ളതാറാമതം മന്മന്ത്രോപാസകത്വം ഏഴാമത് എട്ടാമതം മംഗലശീലേ കേട്ടു ധരിച്ചു കൊള്ളേണം നീ സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മൽഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കുകയും സർവലോകാത്മാ ഞാൻ എന്നെപ്പോഴുമുറയ്ക്കയും മത്വത്വ വിചാരങ്ങൾ കേൾ ഒമ്പതാമത് ഭദ്രേ ചിത്തശുദ്ധിക്ക് മൂലമാതിസാധനം നൂനം ഉത്തമായ ഇതോ ഭക്തി സാധനം നവവിധമുത്തമേ ഭക്തി നിത്യമാർക്കുള്ളൂ വിചാരിച്ചാൽ തിരിയ്ക്കോ നിജങ്ങൾക്കെന്നാകിലും മൂഢന്മാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാം തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനി മർത്തനുത്തമതബോധനേ ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ ഭാഗവതാഠ്യേ ഭഗവൽ പ്രിയേ മുനിപ്രിയേ ഭക്തിയുണ്ടാക കൊണ്ടു കാണായി വന്നിതോ തവ മുക്തിയും അടുത്തിതോ നിനക്കോ തബോധനേ ജാനകി മാർഗമറിഞ്ഞിടിൽ നീൽ പറയണം കേനവാ നീതാ സീതാ മൽപ്രിയ മനോഹരി രാഘവവാക്യമേവം കേട്ടോരു ശബരിയും ആകുലമകലുവാർ ആദരാൽ ഉര ചെയ്താൾ സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവേൻ സീതാദേവി ഖേദിച്ചുലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം കൊണ്ടുപോയതു ദശകണ്ഠൻ എന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശാത്തണ്ടലർ മകളെ ഞാൻ മുമ്പിലമ്മാറു കുറഞ്ഞൊന്നു തെക്കോട്ട് ചെന്നാൻ പമ്പയാം സരസിനെ കാണാം തൽപുരോഭാഗേ പശ്യപർവ്വതവര വൃശ്യഭോഗാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സംഗീതമായനുദിനം ബാലിക്കോ മനുശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്ക ഭവാൻ അവനെ വഴി പോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്ന് കാര്യവും സാധിച്ചിടും എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽ പാദപങ്കജത്തോട് ചേർന്നു കൊള്ളുവാൻ തുടങ്ങുന്നു പാർക്കേണം മുഹൂർത്തം മാത്രം ഭവാനത്രൈവമേ തീർക്കേണം മയാ കൃതബന്ധനം ദയാനിതേ ഭക്തി പൂണ്ടെന്ന് മുക്ത ദേഹത്യാഗവൻ ചെയ്തു മുക്തിയും സിദ്ധിച്ചതോ ശബരിക്കതു കാലം രാമ 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 ഭക്തവത്സലൻ പ്രസാദിക്കുന്നവർക്കെന്നിലെത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമപദാംബുജം സേവിച്ചു കൊള്ളുക നിത്യം ഓരോരോ മന്ത്രതന്ത്രധ്യാന കർമാദികളും ദൂരെ സന്ധിച്ചു തൽ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം രാമരാമേതി ജപിച്ചിടുക സദാകാലം ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ ഇത്തമീശ്വരൻ പരമേശ്വരിയോട് ഭദ്രവൃത്താന്തമരുൾ ചെയ്തത് കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തം ഉറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും പൈങ്കിളിപ്പൈതൽ ദാനം പരമാനന്ദം പൂണ്ട് ശങ്കര ജയിച്ചരെന്ന് നരളിനാൻ ഇത്തധ്യാത്മരാമായണി മാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡം സമാപ്തം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ